ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം പിന്നെയും വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സദൃശവാക്യങ്ങൾ 14:26 ഇപ്രകാരം പറയുന്നു: യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ലോകത്ത് മനുഷ്യൻ അവൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലെ ശരണത്തിന് വേണ്ടി ഒക്കെ അനേക കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഗവൺമെൻറ് തലത്തിൽ മന്ത്രിമാർക്ക്, അതേപോലെ VIP-കൾക്ക് ഒക്കെ അതിശക്തമായ കാവലും, അതേപോലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിമാർക്ക് വലിയ സെക്യൂരിറ്റിയും പട്ടാളവും ഒക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. സേന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനായിട്ട് ഉണ്ടല്ലോ. അപ്പോൾ തന്നെ എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ തൻ്റെ സെക്യൂരിറ്റി ഭടന്മാർ തന്നെയാണല്ലോ വെടിവെച്ച് വീഴ്ത്തുവാൻ, കൊല്ലുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ഇവിടെ ഒന്നും യഥാർത്ഥമായ ഒരു ശരണമോ ധൈര്യമോ ആർക്കും പറയുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നു, യഹോവ ഭക്തന് ദൃഢ ധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. കാരണം യഹോവയാം യാഗിലാണ് അവൻ്റെ ശരണം, അഥവാ ആ പാറയിലാണ് എന്നുള്ളതാണ് അതിന് യഥാർത്ഥ കാരണം. മോശ ഒരിക്കൽ ദൈവത്തിൻ്റെ തേജസ് കാണുവാനായിട്ട് അവൻ അധികം ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം 33 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവ് അവനോട് ഇപ്രകാരം പറഞ്ഞു: നിനക്കെൻ്റെ തേജസ് പൂർണ്ണമായി കാണുവാനോ മുഖം പൂർണ്ണമായി കാണുവാനോ സാധ്യമല്ല. ഇതാ, എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും എന്ന് മോശയോട് പറയുകയും അപ്രകാരം ചെയ്യുകയും ചെയ്യുന്നതാണല്ലോ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അഥവാ ആ പിളർക്കപ്പെട്ട പാറ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തു ആ കാൽവറിയിൽ പിളർക്കപ്പെട്ട ആ പാറയിൽ ദൈവഭക്തന് എന്നും ശാശ്വതമായ ശരണമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. തിരമാലകൾ അലയുന്നത് പോലെ യഹോവ ഭക്തനെ അലയുമാറാക്കിയാലും പാറകളിൽ എന്ന പോലെ അവനെ തകർക്കുവാൻ ശത്രുവിന് കഴിഞ്ഞിട്ടില്ല. പഞ്ഞി പോലെ ഭക്തനെ വെള്ളത്തിൽ മുക്കിയാലും അവൻ ഈയം പോലെ മുങ്ങിപ്പോകയില്ല. ഭക്തൻ പരിശോധിക്കപ്പെട്ടേക്കാം, പക്ഷേ അവനെ നശിപ്പിക്കുവാനായിട്ട് ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം അവൻ്റെ അടിസ്ഥാനം യുഗങ്ങളുടെ പാറയാണ്. ആ ശാശ്വത ഭുജങ്ങളാണ് യഹോവ ഭക്തൻ്റെ ശക്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരുവൻ്റെ സൈന്യങ്ങളോ കോട്ടകളോ അല്ല സംരക്ഷണം നൽകുന്നത്. ആർക്കും കയറാനാകാത്ത പാറക്കെട്ടുകളിൽ തങ്ങളുടെ കൊട്ടാരങ്ങൾ പണിയുകയും ഇരുമ്പ് വാതിലുകൾ പിടിപ്പിക്കുകയും സൈന്യങ്ങളെ കാവലാക്കുകയും ചെയ്ത എത്രയോ രാജാക്കന്മാരും രാഷ്ട്രങ്ങളും ഇന്ന് ഭൂപരപ്പിൽ ഇല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതെ, അപ്പോൾ തന്നെ വെറും സാധുക്കളായ ദൈവ കുഞ്ഞുങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ മനുഷ്യരൊക്കെ കൈവിടാം, എല്ലാവരും ഉപേക്ഷിക്കാം, എല്ലാവരും തള്ളിക്കളയാം. ബലം ക്ഷയിക്കുമ്പോൾ എല്ലാവരും മനുഷ്യനെ ഉപേക്ഷിക്കുന്ന ചരിത്രങ്ങൾ നമ്മൾ എത്രയോ കാണുന്നുണ്ട്. മാതാപിതാക്കളെ പോലും തെരുക്കളിൽ വലിച്ചെറിയുന്ന അനുഭവങ്ങൾ നമ്മൾ എത്രയോ കാണുന്നുണ്ട്. നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, അതേപോലെ നമുക്കുള്ള പദവികൾ
ഇല്ലാതാകുമ്പോൾ ഒക്കെ മനുഷ്യർ കൈവിട്ടു എന്ന് വരാം. എന്നാൽ ഓർക്കുക, പലപ്പോഴും അവൻ്റെ മക്കൾ എന്തായിത്തീരും, അവരനാഥരായി പോകുമോ, എന്തൊക്കെ ഭവിക്കും എന്നോർത്ത് ദുഃഖിക്കുന്ന അനേകരെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. ഈ ദൈവവചനം കേട്ട് ആയിരിക്കുന്ന പ്രിയ ദൈവ മക്കളെ, ഒരുപക്ഷെങ്കിൽ പല വിധത്തിൽ നീ ഒറ്റപ്പെട്ട് ആയിരിക്കാം. എല്ലാ ശരണവും പോയിപ്പോയോ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. നമ്മൾ വാരിക്കൊടുത്തവർ, നമ്മൾ കോരിക്കൊടുത്തവർ, നമ്മൾ വളർത്തിയവർ ഒക്കെ ഒരു നിമിഷം കൊണ്ട് എല്ലാം മറന്നു പോകുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ നമ്മെ പോറ്റി പുലർത്തി നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്നവൻ, ആ നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്ത് തന്നവനായ കർത്താവ്, ആ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, നമ്മെ ഉപേക്ഷിക്കത്തില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും അവിടുന്ന് നമ്മളോട് കൂടെ ഇരിക്കുന്നവനായ ഒരു നല്ല കർത്താവാണ്. ഒരുപക്ഷെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ എല്ലാവരാലും കൈവിടപ്പെട്ടു പോയോ എന്ന അവസ്ഥയിൽ ഭാരപ്പെട്ട് ആമേൻ ദുഃഖിച്ച് ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മുൻപിൽ ദൈവത്തിൽ പൂർണ്ണമായ ശരണം പ്രിയമുള്ളവരെ അർപ്പിക്കുക. നിശ്ചയമായിട്ടും അതേ ഭക്തന് ഒരു ദൃഢധൈര്യം യഹോവ ഭക്തനുണ്ട്. അവൻ്റെ മക്കൾ തെണ്ടി നടക്കുവാൻ, അനാഥരായി പോകുവാൻ ഒരു നാളും സമ്മതിക്കുന്നവനായ ദൈവമല്ല. നിശ്ചയമായിട്ടും അവരെ കരം പിടിച്ച് ഉയർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. കുറേനക്കാരനായ ശിമോൻ, അവനെ ആരും മാനിക്കുന്ന ഒരുവനായിരുന്നില്ലല്ലോ. എന്നാൽ നിശ്ചയമായിട്ടും യേശു കർത്താവിൻ്റെ ആ ക്രൂശിൻ്റെ ഒരു അഗ്രം വഹിപ്പാൻ നിർബന്ധത്താലാണെങ്കിലും അവൻ അവസരം ലഭിച്ചപ്പോൾ അവൻ്റെ മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി, ദൈവം മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതെ, കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവനായ കർത്താവ്, ആ കർത്താവിൽ പൂർണ്ണാശ്രയം അർപ്പിക്കുക, പൂർണ്ണ ബലം ആ കർത്താവിൽ അർപ്പിക്കുക. സകല പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം അവിടെ മാത്രമാണ്. എല്ലാവരാലും നാം കൈവിടപ്പെടുമ്പോഴും ഉപേക്ഷിക്കപ്പെടുമ്പോഴും പ്രൈസ് ദി ലോർഡ്, നമ്മെ ഉപേക്ഷിക്കാത്തവനായ ഒരു കർത്താവ്, നമ്മുടെ ചാരത്തേക്ക് ഓടി അണയുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. ആ ദൈവാക്കരങ്ങളിൽ പിന്നെയും ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇടയായി തീരട്ടെ. പ്രിയപ്പെട്ട കർത്താവേ, ഈ സന്ദർഭത്തിൽ ഹല്ലേലൂയ, ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, അവരുടെ ധൈര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ശാശ്വതമായ ശരണവും ഉദ്ധാരണവും നൽകുന്നവനായ കർത്താവ് ഏത് വിഷയമായിരുന്നാലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പരിഹാരം നൽകി വിടിവിക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കരുണയുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കണ്ണുകൾക്കിമ്പമായ ദുഃഖയും നശ്വരമേ